Welcome to another beautiful morning, guys. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കറിയും പുട്ടുമാണ്. അപ്പോൾ അതിനു വേണ്ടി ചെറുപയർ ഞാൻ തലേന്ന് സോക്ക് ചെയ്ത് വെച്ചു. സോക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പിടണേ. ഉപ്പിടുമ്പോൾ അത് എളുപ്പം വെന്ത് കിട്ടും. അതുമല്ല നല്ലോണം വേകും അത്. എന്നിട്ട് ഒരു ജാറിൽ കുറച്ച് തേങ്ങ തിരുവിയത്, പിന്നെ 3 വെളുത്തുള്ളി, ഒരല്ലി, പിന്നെ ഒരു എരിവില്ലാത്ത പച്ചമുളക്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുണ്ടെങ്കിൽ അതിനനുസരിച്ചിടാം. കുറച്ച് ജീരകം, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കണം. എന്നിട്ട് ഒരു വിസിൽ മതി ഇത് കുക്കായി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ ഈ പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ കുക്കറിൽ ഇട്ടപ്പം ചെറുപയർ ഞാൻ കുറച്ച് ഒരു 2 വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടു. കാരണം ചെറുപയർ എപ്പോഴും ബ്ലോട്ടിംഗ് ആവും അത് കഴിച്ചാൽ. അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടുമ്പോൾ അത് ബാലൻസ് ഔട്ട് ആവും. എന്നിട്ട് ഒരു സീറ്റി തന്നെ കണ്ടില്ലേ, ഒരു വിസിലിൽ തന്നെ കണ്ടില്ലേ, നന്നായിട്ട് ഇത് കുക്കായി വന്നു. എന്നിട്ട് നമ്മൾ അരപ്പ് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് കാണുമ്പോൾ തോന്നും കുറച്ച് വെള്ളം പോലെയാണ്, പക്ഷെ ഇത് നന്നായിട്ട് കുക്കായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകത്തിനാവും. എന്നിട്ട് ഇത് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം, എണ്ണയില്ലാതെ. അല്ലാന്ന് വെച്ചാൽ ഞാൻ മുകളിൽ നിന്ന് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കും. അപ്പം ഭയങ്കര നല്ല ടേസ്റ്റ്, കോക്കനട്ട് ഓയിലിൻ്റെ ടേസ്റ്റ് ഒക്കെ കിട്ടും. അതുകൊണ്ട് പിന്നെ ഈ പുട്ട് ഞാൻ എന്ത് ചെയ്യും, ബ്രാഹ്മിൻസിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തത് ഇന്ന്. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്തെങ്കിലും ബോക്സിൽ അടച്ചു വെക്കും. അപ്പോഴത്തേക്ക് അത് വെള്ളമൊക്കെ സോക്കായിട്ട് നല്ല സോഫ്റ്റ് പുട്ടായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ പുട്ടും ചെറുപയർ കറിയും സൂപ്പർ ചെറുപയർ കറിയുമായിരുന്നു. പുട്ടിങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ നന്നായിട്ട് അത് സോക്കായിട്ട് നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ അത് ഉണ്ട പോലെ ആവണം. പക്ഷെ അത് പൊട്ടിച്ചിടുമ്പം പൊട്ടിയും പോകണം. അങ്ങനത്തെ ഉള്ള കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.